ഈ അടുത്ത കാലത്ത് ക്ലിനിക്കിൽ ഒരു പേഷ്യൻ്റ് വന്നിരുന്നു. പുള്ളി ഒരു ടീച്ചറായിരുന്നു. ആ പേഷ്യൻ്റ് വളരെ സങ്കടത്തോടുകൂടിയാണ് വന്ന് പറഞ്ഞത്. കാരണം ആ പേഷ്യൻ്റ് വരാനുള്ളൊരു കാരണം പുള്ളിയുടെ ഒരു ഫ്രണ്ട്, അവരുടെ ഒരു റിലേറ്റീവ് നമ്മുടെ അടുത്ത് വന്ന് അസുഖം മാറിയതുകൊണ്ടാണ് വന്നത്. ഡോക്ടറെ വളരെ സങ്കടത്തോട് പറയാം, ഡോക്ടറെ എനിക്ക് വായ്നാറ്റാണ്. കാരണം അതുകൊണ്ട് ഞാനൊരു ടീച്ചറാണ്, അതുകൊണ്ട് എനിക്ക് സ്റ്റുഡൻസുമായിട്ട് സംസാരിക്കാൻ പറ്റുന്നില്ല. സ്റ്റാഫ് റൂമിൽ ഇരുന്ന് കാര്യങ്ങൾ സംസാരിക്കാൻ പേടിയാണ്, അല്ലെങ്കിൽ ആൾക്കാരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഡോക്ടർ, ഞാൻ എല്ലാ മൗത്ത് വാഷും എല്ലാ സാധനങ്ങളും റെഗുലറായിട്ട് ഉപയോഗിക്കുന്നതാണ്, വളരെ കൃത്യമായിട്ട് ഹൈജീനിക്കായിട്ട് പോകുന്ന ഒരു വ്യക്തിയാണ്, യാതൊരുവിധ ദുശീലങ്ങളും ഇല്ലാത്തൊരു വ്യക്തിയാണ്. എന്നിട്ടും ബ്രഷ് ഡെയിലി ഞാൻ ഫുഡ് കഴിച്ചാലും, ഇപ്പം സ്കൂളിൽ പോലും ബ്രഷ് കൊണ്ടാണ് പോകാറുള്ളത്, എന്നിട്ട് പോലും എനിക്ക് വായ്നാറ്റം വരികയാണ്. എന്താണ് ഡോക്ടർ അതിൻ്റെ കാരണം? ഞാൻ ആ പുള്ളിയോട് പറഞ്ഞു, ഇതിൻ്റെ വായ്നാറ്റത്തിൻ്റെ യഥാർത്ഥ കാരണം വരുന്നത് കേവലം വായിൽ നിന്നല്ല, അത് വയറുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാരണങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വയറുമായി ബന്ധപ്പെട്ടതാണ് അതിൻ്റെ കാരണം. അപ്പോൾ ആ രൂപത്തിൽ വ്യക്തിയെ ട്രീറ്റ് ചെയ്യും, വളരെ എളുപ്പം തന്നെ പൂർണ്ണമായിട്ടും നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ഞാൻ ഡോക്ടർ സയ്യിദ് മുഹസിൻ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം വായ്നാറ്റത്തിൻ്റെ കാരണം എന്താണ്, ഏത് തരത്തിൽ അത് നമുക്ക് പരിഹരിക്കാം, എന്തൊക്കെ രൂപത്തിൽ അത് വരാതിരിക്കാനുള്ള മുൻകരുതൽ എടുക്കാം എന്നാണ് സംസാരിക്കുന്നത്. വായ്നാറ്റത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം കൃത്യമായ രൂപത്തിലുള്ള ദഹനക്കുറവാണ്. ദഹനക്കുറവ് കാരണം വായ്നാറ്റുള്ള വ്യക്തികളെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 90% രോഗികളും അവർ കഫവുമായി ബന്ധപ്പെട്ട രോഗികളായിരിക്കും. അവർക്ക് കഫത്തിൻ്റെ ബുദ്ധിമുട്ട് ഉണ്ടാവാറുണ്ട്. കഫത്തിൻ്റെ വർധനവ് ശരീരത്തിൽ ദഹന പ്രക്രിയ അത് വളരെയധികം വീക്കാക്കും. ഈ രൂപത്തിൽ വീക്കാകുന്നതോടുകൂടി കൃത്യമായ ദഹനമില്ലായ്മയും പിന്നീട് ആ കഫം അവിടെ കിടക്കുന്നുണ്ടാകുന്ന സ്മെല്ലാണ് യഥാർത്ഥത്തിൽ വായ്നാറ്റായിട്ട് പുറത്തു വരുന്നത്. ഇത് നമ്മൾ കേവലം മൗത്ത് വാഷ് ഉപയോഗിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്നാണ് നോർമലി മൗത്ത് വാഷിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ടന്റ് ആൽക്കഹോളാണ്. ഈ ആൽക്കഹോൾ ഉപയോഗിക്കുന്നതുകൊണ്ട് ഈ കണ്ടന്റ് ബേസ് സാധനം നമ്മുടെ നോർമൽ ബാക്ടീരിയയുടെ ബുദ്ധിമുട്ടും മൗത്ത് ഡ്രൈ ആക്കുകയും ചെയ്യും. ഇത് വായ്നാറ്റത്തിനെ വളരെയധികം ത്വരിതപ്പെടുത്തുകയാണ് വേറെ തരത്തിൽ ചെയ്യുക. ടെമ്പററി സൊല്യൂഷൻ എന്നുള്ള അടിസ്ഥാനത്തിൽ ആ ഒരു സമയത്ത് മാത്രം മാറ്റം ഉണ്ടാകുകയും, അപ്പോൾ ഈ തരത്തിൽ കൃത്യമായ രൂപത്തിൽ ചെയ്യുന്ന വ്യക്തികൾ ഈ രൂപങ്ങൾ സ്വീകരിക്കുമ്പോൾ അത് ഗുണത്തേക്കാളേറെ ദോഷമാണ് ഉണ്ടാവുക. അപ്പോൾ എന്താണ് അതിൻ്റെ കാരണങ്ങൾ എന്ന് നമുക്ക് പരിശോധിക്കാം. മേൽ പറഞ്ഞതുപോലെ ഈ കഫത്തിൻ്റെ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നതിൻ്റെ കാരണമായിട്ടുള്ള കൃത്യമായ സമയത്തല്ലാതുള്ള കുളികൾ, പിന്നീട് ഈ കഫത്തിൻ്റെ പ്രയാസങ്ങൾ വരുമ്പോൾ ശരീരത്തിൽ ഉദാഹരണത്തിന് ഏറ്റവും പ്രധാനമായിട്ട് കണ്ടുവരുന്ന പ്രശ്നമാണ് അലർജി. ഈ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് ഒരു 70 to 80% പേഷ്യൻസ് പറയുന്ന, ഡോക്ടർ എനിക്ക് തുമ്മലിൻ്റെ ബുദ്ധിമുട്ടുണ്ട്, അല്ലെങ്കിൽ എനിക്ക് മൂക്കൊലിപ്പിൻ്റെ പ്രയാസമുണ്ട്, തലവേദനയുണ്ട്, അസിഡിറ്റി പോലെ തന്നെ എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ബുദ്ധിമുട്ടാണ് ഡോക്ടറെ വളരെയധികം കഫത്തിൻ്റെ, കാരണം തല കുനിക്കുന്ന സമയത്ത് തലക്കനം വരികയാണ്. അപ്പോൾ കഫത്തിൻ്റെ ബുദ്ധിമുട്ട് എന്തൊക്കെയാണ് ശരീരത്തിൽ കാണിക്കുന്നത് ആ എല്ലാവിധ ലക്ഷണങ്ങളും ആ വ്യക്തി പറയുകയാണ്. അപ്പോൾ ഈ കാര്യം നമ്മൾ പറയുമ്പോഴാണ് അവർ പറയുന്നത്, ഡോക്ടർ ഇതെനിക്കുണ്ട്. അപ്പോൾ കഫം വരാതിരിക്കാൻ എന്തൊക്കെ ശ്രദ്ധിക്കുക എന്നുള്ളത് നോക്കുകയാണെങ്കിൽ നമുക്ക് വായ്നാറ്റം ഒരുവിധം വരെ നമുക്ക് പരിഹരിക്കാം. അതിനുള്ള മാർഗ്ഗങ്ങൾ നമ്മൾ അവസാനം വിശദമായിട്ട് വിശദീകരിക്കുന്നതാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാരണമാണ് കോൺസ്റ്റിപ്പേഷൻ. കൃത്യമായ ശോധനയില്ലായ്മ വായ്നാറ്റത്തിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട കാരണമാണ്. കാരണം ഇന്നത്തെ ലൈഫ് സ്റ്റൈൽ കൊണ്ട്, കൃത്യമായ ഉറക്കക്കുറവില്ലാത്തത് കൊണ്ട്, രാത്രി വളരെ വൈകിട്ട് ഉറങ്ങുകയും രാവിലെ ലേറ്റായിട്ട് എഴുന്നേൽക്കുകയും ചെയ്യുന്നതിലൂടെ ദഹന പ്രക്രിയ വളരെ കുറവാണ്. ഇതേ രൂപത്തിൽ തന്നെയാണ് ഹൈ കലോറി ഫുഡ്. നമ്മൾ കഴിക്കണ ഭക്ഷണം, ഉദാഹരണത്തിന് നമുക്ക് ആവശ്യത്തിലധികമുള്ള കലോറി ഫുഡാണ് ഇന്ന് കഴിക്കുന്നത്. ജങ്ക് ഫുഡായിട്ടായാലും മറ്റെല്ലാ രൂപത്തിലേക്ക് കഴിഞ്ഞാലും. ഇപ്പം ജങ്ക് ഫുഡ് മാത്രമല്ല, നമ്മൾ പൊതുവേ ഡോക്ടേഴ്സ് കുറ്റപ്പെടുത്തുന്ന കാര്യമാണ് ജങ്ക് ഫുഡ്. ജങ്ക് ഫുഡ് കുറ്റപ്പെടുത്തേണ്ട വേണം, യാതൊരു സംശയമില്ല. പക്ഷേ നമ്മൾ അറിയാതെ സൈഡിലൂടെ സംഭവിക്കുന്ന വേറൊരു കാര്യമുണ്ട്, അത് എണ്ണ പലഹാരങ്ങളാണ്. നമ്മൾ കഴിക്കുന്ന ഒരു സമൂസയൊക്കെ കഴിച്ചാൽ നോർമലി അതിൻ്റെ കലോറിക് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3 to 4 കിലോമീറ്റർ സഞ്ചരിക്കാനുള്ള എനർജി ഒരു സമൂസയിലൂടെ കിട്ടുന്നുണ്ട്. ഈ തരത്തിൽ നമ്മൾ ചായ കുടിക്കുന്ന സമയത്ത് 3-4 സമൂസ അല്ല 2-3 സമൂസ കഴിച്ച് ആ വ്യക്തി വരെ ബൈക്കിലാണ്, ആ തൊട്ടടുത്ത ഓഫീസ് പോയിട്ട് വീണ്ടും വെറുതെ ഇരിക്കുകയാണ്. പിന്നീട് കഴിക്കുന്ന ബർഗർ, അതുപോലെ ഓരോ ഫുഡ് കഴിക്കുന്നത് ഹൈ കലോറി ഫുഡാണ്. ഇത് നമ്മുടെ ബാലൻസിങ് ഇൻ ആൻഡ് ഔട്ടിൻ്റെ റേഷ്യോ യാതൊരുവിധ പൊരുത്തപ്പെടാത്ത രൂപത്തിലേക്ക് മാറുകയാണ്. ഇത് നമ്മുടെ ഫുഡ് സ്റ്റൈൽ മാറുന്നതോടുകൂടി കൃത്യമായ ഫിസിക്കൽ മൂവ്മെൻറ്റ്സ് ഇല്ലാത്ത അവസ്ഥ, നേരത്തെ പറഞ്ഞ പോലെ സഡൻഡറി ലൈഫ് സ്റ്റൈലിൻ്റെ കാരണമായിക്കൊണ്ട് വൈകി ഉറങ്ങി എഴുന്നേൽക്കുന്ന വ്യക്തി രാവിലെ കുളിച്ച് എഴുന്നേറ്റ് ഉടനെ ബൈക്കോ കാറോ എടുത്തിട്ട് ഓഫീസിലേക്ക് പോവാണ്. പിന്നീട് ഇതേപോലെയാണ് വൈകിട്ട് വരുന്നത്. കൃത്യമായ വ്യായാമത്തിന് സമയം അവർ കിട്ടാറില്ല. പിന്നെ ഓഫീസ് ഡോർ ടു ഡോറാണ്. ഫിസിക്കൽ മൂവ്മെൻറ്റ്സ് വളരെ കുറവാണ്. ഉദാഹരണത്തിന് പണ്ടൊക്കെ ട്രെയിനിൽ പോകുന്ന വ്യക്തികളാണെങ്കിൽ കുഴപ്പമില്ല, സ്റ്റേഷനിൽ നടക്കുന്ന ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നടക്കാനുള്ളൊരു ടൈം പോലും നമുക്ക് ഫിസിക്കൽ ആക്ടിവിറ്റീസ് കിട്ടാറുണ്ട്.
ഇന്ന് സ്റ്റേഷനിലായാലും എല്ലാം നമുക്ക് ബൈക്ക് അല്ലെങ്കിൽ ഡോർ ടു ഡോറാണ്, കാറോ ബൈക്കോ കാര്യങ്ങളാണ് 90% പീപ്പിൾസ് ഉപയോഗിക്കുന്നത്. ഇത്തരത്തിലുള്ള ഫിസിക്കൽ മൂവ്മെൻറ്റ്സ് കുറയുമ്പോൾ ശരീരത്തിൽ കോൺസ്റ്റിപ്പേഷൻ വന്ന് കണ്ടുവരാറുണ്ട്. ഇത് വായുനാറ്റത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു വില്ലനാണ്. അപ്പം നിങ്ങൾക്ക് ഈ കോൺസ്റ്റിപ്പേഷൻ കൊണ്ടാണ് വായുനാറ്റം വരുന്നത്. വായുനാറ്റമുള്ള വ്യക്തികൾ കോൺസ്റ്റിപ്പേഷൻ അടിയന്തരമായിട്ട് ക്ലിയർ ചെയ്യേണ്ടതാണ്. അപ്പോൾ കോൺസ്റ്റിപ്പേഷൻ ക്ലിയർ ചെയ്യേണ്ട കാര്യം നമ്മൾ അവസാനം വിശദമായിട്ട് സംസാരിക്കുന്നുണ്ട്. പിന്നീട് ഉണ്ടാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് DNS, ഡീവിയേറ്റഡ് നാസൽ സിസ്റ്റം. മൂക്ക് വളഞ്ഞിട്ടുള്ള പേഷ്യൻസിന് വായുനാറ്റം കണ്ടുവരാറുണ്ട്. തുടർച്ചയായിട്ടുള്ള സൈനസൈറ്റിസ്, നേരത്തെ പറഞ്ഞ കഫത്തിൻ്റെ ബുദ്ധിമുട്ടുണ്ടാവുന്ന സൈനസൈറ്റിസ് ഉള്ള ബുദ്ധിമുട്ടുള്ള സൈനസ് ഇൻഫ്ലമേഷൻ ഉള്ള പേഷ്യൻസിന് ഈ പറഞ്ഞ വായുനാറ്റം വളരെ കോമൺ ആയിട്ട് കണ്ടുവരാറുണ്ട്. ഈ പറയുന്ന കാരണങ്ങളുള്ള വ്യക്തികൾ അതാത് കാരണങ്ങൾ ക്ലിയർ ചെയ്യാത്തിടത്തോളം കാലം നിങ്ങളെ ഈ അസുഖം നമുക്ക് പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാൻ പറ്റാറില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, ആ വന്ന പേഷ്യൻസിൻ്റെ തൊട്ട് മുമ്പ് അവർ റെഫർ ചെയ്ത പേഷ്യൻസിൻ്റെ അസുഖം വയറിൻ്റെ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഈ പറഞ്ഞ ടീച്ചറെ ബുദ്ധിമുട്ട് എന്താണെന്ന് കഫത്തിൻ്റെ ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ടാണ് ഓരോ വ്യക്തികൾക്കും വ്യത്യസ്ത തരത്തിലാണ് അതിൻ്റെ രോഗകാരണം ഉണ്ടാകുന്നത്. ഈ രോഗകാരണങ്ങൾ മനസ്സിലാക്കാതെ നമ്മൾ ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ അത് പൂർണ്ണ അർത്ഥത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് ആകില്ല. പിന്നീട് വരുന്ന കാര്യമാണ് സ്മോക്കിംഗ്. സ്മോക്കിങ് വായുനാറ്റത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. കാരണം അത് കൃത്യമായിട്ടുള്ള ഗ്യാസ്ട്രിക് പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യും. അത് പിന്നീട് ഇൻഡൈജഷനിലേക്ക് മാറുകയും ചെയ്യാറുണ്ട്. പിന്നീട് വരുന്നൊരു കാരണമാണ് സ്നീസിങ്, അലർജി, തുമ്മൽ. തുമ്മൽ നേരത്തെ പറഞ്ഞ പോലെ എന്തുകൊണ്ടാണെന്ന് വായുനാറ്റത്തെ കാരണം എന്ന് പറഞ്ഞാൽ തുമ്മലുള്ള വ്യക്തികൾക്ക് കഫം വർദ്ധിക്കുകയും പിന്നീട് അത് ബോഡിയിൽ ദഹന സംവിധാനം കുറയ്ക്കുകയാണ് ചെയ്യാറുള്ളത്. നേരത്തെ പറഞ്ഞാൽ പിന്നീടുള്ള കുറേ കാര്യങ്ങളാണ് നമ്മുടെ സഡൻറ്ററി ലൈഫ് സ്റ്റൈൽ മാറ്റുകയാണെങ്കിൽ നമുക്ക് വായുനാറ്റം ഒരു പരിധി വരെ തടയാവുന്നതാണ്. സഡൻറ്ററി ലൈഫ് സ്റ്റൈൽ ഏറ്റവും പ്രധാനമാണ്. ഫുഡും കൂടെ അതിൻ്റെ ഭാഗമാണ്. കാരണം നമ്മൾ ഹെവി ഫുഡ് കഴിക്കുകയും രാത്രി കാലങ്ങളിൽ നമുക്ക് ഈ പറഞ്ഞതുപോലെ സലാഡ് ഐറ്റംസ് കഴിച്ചിട്ടില്ലെങ്കിൽ അത് പിന്നീട് കോൺസ്റ്റിപ്പേഷൻ കാര്യങ്ങളും മാറാറുണ്ട്. അതും വായുനാറ്റത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. ഇനി വായുനാറ്റം എന്താണെന്നും എന്താണ് അതിൻ്റെ പ്രതിവിധികളെന്നും നമുക്ക് പരിശോധിക്കാം. ഈ കോൺസ്റ്റിപ്പേഷൻ പോലെ തന്നെ കഴിഞ്ഞിട്ടുള്ള പിന്നീടുള്ള പ്രധാനപ്പെട്ട ഒരു അസുഖമാണ്, അത് പൊതുവെ സ്ത്രീകളിലാണ് കണ്ടുവരാറുള്ളത്, വെള്ളപ്പൊക്ക്, വൈറ്റ് ഡിസ്ചാർജ്. ഈ വൈറ്റ് ഡിസ്ചാർജ് ഉള്ള വ്യക്തികൾക്ക് പ്രധാനമായിട്ടും ശരീരത്തിന് ചൂട് കൂടുതലായിട്ട് അനുഭവപ്പെടാറുണ്ട്. ഈ ചൂട് അനുഭവപ്പെടുമ്പോൾ അത് ശരീരത്തിൻ്റെ ദഹന പ്രക്രിയ വളരെയധികം വീക്കാക്കാറുണ്ട്. ഇതാണ് ഇൻഡൈജഷനായിട്ട് മാറുകയും പിന്നീട് വായുനാറ്റം. ചില പേഷ്യൻസ് പറയാറുണ്ട്, ഡോക്ടറെ സങ്കടത്തോടുകൂടെ പറയാം, ഡോക്ടറെ എൻ്റെ മകളും പിന്നെ ഭർത്താവൊന്നും എന്നോട് ഈ പ്രശ്നം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരാണ് ഈ പ്രയാസം പറഞ്ഞത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങളെ വീട്ടിലുള്ള ആൾക്കാർ പറഞ്ഞ് സപ്പോർട്ട് ചെയ്യേണ്ടതാണ്. കാരണം പുറത്തുനിന്നുള്ളൊരു വ്യക്തിയെ പറഞ്ഞ് അറിയിക്കുമ്പോൾ അവർക്ക് വളരെയധികം പ്രയാസം ഉണ്ടാവാറുണ്ട്. മേൽപ്പറഞ്ഞ കാരണങ്ങൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് വായുനാറ്റം എന്നുള്ള കാര്യം നമുക്ക് പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാവുന്നതാണ്. ഇനി എങ്ങനെ നമുക്ക് വായുനാറ്റങ്ങൾ നേരിടാം എന്നുള്ളതാണ്. വായുനാറ്റത്തിൻ്റെ ഏറ്റവും പ്രതിവിധിയായിട്ട് പറയുന്നത് കാരണങ്ങൾ അറിഞ്ഞു. ഉദാഹരണത്തിന് ഇപ്പം വ്യത്യസ്തമായ രൂപത്തിലാണ് അതിൻ്റെ എഫക്റ്റ് ചെയ്യണത്. നേരത്തെ പറഞ്ഞ ഏറ്റവും പ്രധാനമായിട്ട് കാരണം കഫത്തിൻ്റെ ബുദ്ധിമുട്ടാണ്. ശരീരത്തിൽ കഫത്തിൻ്റെ പ്രയാസമുള്ള വ്യക്തികൾ, ഓരോ വ്യക്തികൾക്കും നേരത്തെ പറഞ്ഞ കാരണം കൃത്യമായിട്ട് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടതാണ്. എന്നാൽ മാത്രമേ ഇത് നമുക്ക് പൂർണ്ണമായിട്ട് പരിഹാരം ലഭിക്കുകയുള്ളൂ. അപ്പോൾ കഫത്തിൻ്റെ ബുദ്ധിമുട്ടുള്ള പേഷ്യൻ്റ് ആണെങ്കിൽ അവർ കൃത്യമായിട്ട് ചെയ്യേണ്ടത് രാവിലെ വെറും വയറ്റിൽ 1/2 ടീസ്പൂൺ തേനിനകത്ത് ഒരു 1 ഗ്രാം ചുക്ക് നിർബന്ധമായിട്ട് കഴിക്കേണ്ടതാണ്. അതുപോലെ തന്നെ പിന്നെ നമ്മുടെ കുളിയുടെ സമയം കൃത്യമായിട്ട് പരിശോധിക്കേണ്ടതാണ്. 11 മണിക്ക് ശേഷം തല കുളിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ 2 കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ കഫത്തിൻ്റെ ബുദ്ധിമുട്ടുള്ള വ്യക്തികളുടെ പ്രയാസങ്ങൾ നമുക്ക് ഒരു പരിധി വരെ തടയാൻ സഹായിക്കാറുണ്ട്. ഇതുപോലെ തന്നെ അവർ ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണ, ഏത് ഹെയർ ഓയിൽ ഉപയോഗിക്കുകയാണെങ്കിലും അതിൽ 1-2 വെളിച്ചെണ്ണയിൽ 1-2 കുരുമുളക് കൂടി ഇട്ടതിന് ശേഷം ഉപയോഗിക്കുകയാണെങ്കിൽ അത് കഫത്തിൻ്റെ ഇറക്കം വളരെ ഫലപ്രദമായിട്ട് തടയാൻ സഹായിക്കുന്നതായിട്ട് കണ്ടുവരാറുണ്ട്. പിന്നീട് നമ്മൾ കോൺസ്റ്റിപ്പേഷനുള്ള പേഷ്യൻസിനാണെങ്കിൽ രാത്രി നിർബന്ധമായിട്ടും നിങ്ങൾ സലാഡ് ഉപയോഗിക്കേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങൾ സലാഡിൻ്റെ ഒപ്പം തന്നെ കക്കരി, പപ്പായ എന്നീ ഫ്രൂട്ട്സുകൾ ഉപയോഗിക്കുക. ഒരു വ്യക്തിക്ക് എന്ത് ഭക്ഷണം കഴിച്ചാലാണോ ദഹനത്തിന് സഹായിക്കുന്നത് ആ ഭക്ഷണ സാധനങ്ങൾ നിർബന്ധമായി ഉൾപ്പെടുത്തേണ്ടതാണ്. എല്ലാ വ്യക്തികളും നിർബന്ധമായിട്ടും 1/2 മണിക്കൂറെങ്കിലും ഫിസിക്കൽ മൂവ്മെൻറ്റ്സ് നിർബന്ധമായിട്ട് ചെയ്യേണ്ടതാണ്. കാരണം ഫിസിക്കൽ മൂവ്മെൻറ്റ് ശരീരത്തിൻ്റെ വളരെയധികം അത്യാവശ്യമായിട്ടുള്ള ഘടകമാണ്. ഇന്നത്തെ എല്ലാ ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സിൻ്റെയും അടിസ്ഥാന കാരണം ഫിസിക്കൽ മൂവ്മെൻറ്റ്സിൻ്റെ കുറവാണ്. പിന്നീട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് നേരത്തെ പറഞ്ഞ പോലെ വൈറ്റ് ഡിസ്ചാർജ് ഉള്ള സ്ത്രീകളിൽ, വയറിന് ബുദ്ധിമുട്ടുള്ള സ്ത്രീകളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് തേൻ നെല്ലിക്ക. വയറിൽ ചൂട് കുറച്ച് തണുപ്പാക്കി മരുന്ന്, തൈര് ധാരാളം ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ജീരകത്തിൻ്റെ വെള്ളം, ഉച്ചയ്ക്ക് ഭക്ഷണം കൊണ്ടുപോകുന്നൊപ്പം തന്നെ ജീരകത്തിൻ്റെ വെള്ളം കൊണ്ടുപോവുകയാണെങ്കിൽ അത് ഡൈജഷൻ വളരെ സുഗമമാക്കുകയും അത് വായുനാറ്റത്തെ കുറച്ചും കണ്ടുവരാറുണ്ട്. ഇതുപോലെ നമുക്ക് സിമ്പിളായിട്ടും നാച്ചുറൽ
മൗത്ത് വാഷായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനമാണ്. പിന്നെ ഇലാച്ചി, ഏലക്കായ 1-2 എടുത്തിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക, പെസ്റ്റിസൈഡ് ഉപയോഗിച്ചതാണ് മാർക്കറ്റിൽ അവൈലബിൾ. അതുകൊണ്ട് അതിൻ്റെ പുറം ഭാഗം ഒഴിവാക്കിക്കൊണ്ട് കുരുക്കൾ മാത്രം ചവച്ചെടുക്കുന്നത് വളരെയധികം ഫലപ്രദമായിട്ട് കണ്ടുവരാറുണ്ട്. പണ്ട് കാലങ്ങളിൽ ആൾക്കാർ ഇരട്ടി മധുരം, ഒരു ചെറിയൊരു കഷ്ണം ഇരട്ടി മധുരം എടുത്തിട്ട് ഒരു ചെറിയൊരു പീസ് എടുത്ത് ഇടയ്ക്ക് വായിൽ വെച്ച് ചവക്കുന്നത് കഫത്തിൻ്റെ ബുദ്ധിമുട്ട് കുറയ്ക്കാൻ വളരെയധികം സഹായിക്കാറുണ്ട്. ഈ തരത്തിലൂടെ കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വായ്നാറ്റം എന്നുള്ളത് വളരെ എളുപ്പം തന്നെ പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാവുന്നതാണ്. ഇനി വായ്നാറ്റം നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ പേഷ്യൻസിന് മാറുന്നതിൻ്റെ കാരണം അവരുടെ യഥാർത്ഥ കാരണം കണ്ടെത്തുന്നതിലൂടെയാണ്. മേൽപ്പറഞ്ഞ കാരണങ്ങളിലൂടെ നമുക്ക് വായ്നാറ്റത്തിൻ്റെ കാരണം മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മുടെ ക്ലിനിക്കുകളിൽ രോഗികളെ പരിശോധിച്ച് കൃത്യമായ ചികിത്സ കൊടുക്കുന്നത്. ഇതിലൂടെയാണ് നമുക്ക് പൂർണ്ണമായിട്ടത് മാറ്റം കൊടുക്കാൻ പറ്റുന്നത്. അപ്പം നിങ്ങൾക്കും നിങ്ങളുടെ കാരണം കണ്ടെത്തിക്കൊണ്ട് പൂർണ്ണമായിട്ടും അതിൻ്റെ പരിഹാരം നേടുകയാണെങ്കിൽ നിങ്ങൾക്കും വായ്നാറ്റം പൂർണ്ണമായിട്ടും മാറ്റാവുന്നതാണ്. ഞാൻ പറഞ്ഞതുപോലെ എന്താണ് നിങ്ങളുടെ വായ്നാറ്റത്തിൻ്റെ കാരണം എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഈ രൂപത്തിൽ മനസ്സിലാക്കിയിട്ട് അതിൻ്റെ പ്രതിവിധി തേടുകയാണെങ്കിൽ നിങ്ങളുടെ വായ്നാറ്റം നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും മാറ്റാവുന്നതാണ്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങളും കാര്യങ്ങളും നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഇനി മറ്റൊരു വിഷയമായിട്ട് കാണാം. നന്ദി.